ഹായ് ലേൺ ഫോർ പീസ് റേഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് നടന്ന ആംബുലൻസ് അസിസ്റ്റന്റ് എന്ന പരീക്ഷയിൽ ചോദിച്ച മാത്സ് ആൻഡ് മെന്റലിറ്റി ഭാഗത്തുള്ള 20 ചോദ്യങ്ങൾ അവിടെ ഉത്തരങ്ങളാണ്. അപ്പൊ പരീക്ഷയെ കുറിച്ച് പറയുകയാണെങ്കിൽ പരീക്ഷ അത്യാവശ്യം എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു. വലിയ രീതിയിൽ പ്രയാസമുള്ള ചോദ്യങ്ങളൊക്കെ കുറവായിരുന്നു. അപ്പോൾ എന്താ പറയുക, മാത്സിന്റെ ഭാഗത്തുനിന്നും അത്യാവശ്യം എളുപ്പമുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ 20 ചോദ്യങ്ങൾ അവിടെ ഉത്തരങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് ഓടിച്ചു നോക്കാം. അപ്പൊ ആദ്യ ചോദ്യം എന്ന് പറയുന്നത് 0.99 എത്ര കൂട്ടിയാൽ 2 കിട്ടും. അപ്പോ 0.99 എത്ര കൂട്ടിയാൽ 2 കിട്ടും എന്നാണ് ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യണം, ആ കൂട്ടേണ്ട സംഖ്യ കാണാനായിട്ട് എന്ത് ചെയ്യുക, 2-ൽ നിന്ന് 0.99 എന്ത് ചെയ്യാം മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പൊ 2 മൈനസ് 0.99 അല്ലേ, 0.99 കണ്ടോ എഴുതുന്നുണ്ടല്ലോ. ഓക്കെ, എന്ത് വേണമെങ്കിൽ 2-നോട് 2 0 കൊടുത്തേക്കാം കേട്ടല്ലോ, ആ സംഖ്യ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പൊ പോയിന്റ് എപ്പോഴും എന്ത് കൃത്യമായിട്ട് എഴുതുക പറഞ്ഞല്ലോ. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഉത്തരം തെറ്റും. അപ്പോ ഇനി എന്ത് ചെയ്യുക, 0 സാധാ കുറയ്ക്കുന്ന പോലെ 0-ന് 9 കുറയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യുക, കട എടുക്കുക. 10 ഇവിടെ 9 2-ന്റെ അടുത്താണ് കട എടുത്ത് 1. ഓക്കെ, 10-ന് 9 കുറച്ച് എത്ര, 1 ആണല്ലോ. അടുത്ത് 9-ന് 9 കുറച്ച 0 പോയിന്റ്. അടുത്ത 1-ല്ലേ ഉള്ളൂ, 1-ന് 0 പോയാൽ ബാക്കി 1. അപ്പോൾ 1.01 കിട്ടും ആൻസർ. ഓക്കെ ആണോ? ഓക്കെ, എളുപ്പമല്ലേ? ജസ്റ്റ് മൈനസ് ചെയ്യുക പറഞ്ഞല്ലോ, ദശാംശ സംഖ്യകൾ മൈനസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും നമുക്ക്. ഇനി അടുത്ത ചോദ്യം, മാർച്ച് 1-ാം തീയതി തിങ്കളാഴ്ച ആയാൽ ആ മാസം എത്ര ചൊവ്വാഴ്ചകളാണെന്നാണ്. മാർച്ച് 1-ാം തീയതി തിങ്കളാഴ്ച ആയാൽ, ഇതും മിക്കവാറും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ മാർച്ച് 1-ാം തീയതി തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ അവിടെ 2-ാം തീയതി എന്തായിരിക്കും, 2-ാം തീയതി ചൊവ്വയായിരിക്കും ആണല്ലോ. 2-ാം തീയതി ചൊവ്വയായിരിക്കും. അപ്പൊ 2 ചൊവ്വയായി കഴിഞ്ഞാൽ ബാക്കി 7 കൂട്ടുക. അടുത്ത് 9-ാം തീയതി ചൊവ്വാഴ്ച ആയിരിക്കും, പിന്നെ 16 ചൊവ്വാഴ്ച ആയിരിക്കും, 23 ചൊവ്വാഴ്ച ആയിരിക്കും, 30 ചൊവ്വാഴ്ച ആയിരിക്കും ആണല്ലോ. എത്ര പ്രാവശ്യം വരും? 5 പ്രാവശ്യം വരും ഇല്ലേ, 5 പ്രാവശ്യം വരും. ഓക്കെ, ഓർമ്മിച്ചോണേ, 5 പ്രാവശ്യം വരും. ജസ്റ്റ് കാൽക്കുലേറ്റ് എടുക്കുക, അത്രേ ഉള്ളൂ കേട്ടല്ലോ. ഇനി അടുത്ത ചോദ്യം, 0, 1, 3, 6, 10 ആണെങ്കിൽ അടുത്ത സംഖ്യ ഏതാണ്? അതൊരു പാറ്റേൺ ആണ്. 0, 1, 3, 6, 10 എന്ന് പറയുമ്പോൾ അവിടെ വ്യത്യാസം നോക്കടാ. 0, 1 എത്ര കൂടി? 1 കൂടി ഇല്ലേ, 1 കൂടി. അടുത്ത എത്ര കൂടി? 2 കൂടി. അടുത്ത 3 കൂടി. അടുത്ത എത്ര കൂടി? 4 കൂടി ആണല്ലോ. അപ്പൊ അടുത്ത എത്ര കൂടും? 5 കൂടും ആണല്ലോ. 10-നോട് 5 കൂട്ടി എത്ര? 15. ഓക്കെ ആണല്ലോ. ഓക്കെ, എളുപ്പമല്ലേ? ജസ്റ്റ് വ്യത്യാസം നോക്കുക, അത്രേ ഉള്ളൂ കേട്ടല്ലോ, എളുപ്പമാണ്. ഓക്കെ, അടുത്ത ചോദ്യം, 25-ന് മുമ്പ് എത്ര അഭാജ്യ സംഖ്യ ഉണ്ടെന്നാണ് ചോദ്യം. 25-ന് മുമ്പ് എത്ര അഭാജ്യ സംഖ്യ ഉണ്ട് എന്ന് വെച്ചാൽ എന്താ, അഭാജ്യ സംഖ്യ എന്ന് പറയുമ്പോൾ പ്രൈം നമ്പേഴ്സ് ആണ് അല്ലെ, പ്രൈം നമ്പേഴ്സ് ആണ്. ഓക്കെ, അത് നമുക്ക് ആ എണ്ണം ഏതൊക്കെയാണ് വരുന്നതെന്ന് ചോദിച്ചത് പറയാം. ഓക്കെ, നോക്കട്ടെ. അപ്പം 2 പ്രൈം നമ്പർ ആണ്, പഠിച്ചോണേ. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ആണ്, അല്ലെങ്കിൽ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ 2. പിന്നെ അഭാജ്യ സംഖ്യ പറഞ്ഞ ഒരേ ഒരു ഇരട്ട സംഖ്യയാണ് എന്ത്, 2 കേട്ടല്ലോ, ഓർമ്മിച്ചോണം. 1 അഭാജ്യ സംഖ്യ അല്ല, 2. അടുത്ത് 3, 5 ഉണ്ട്, 7 ഉണ്ട്, 11 ഉണ്ട്, 13 ഉണ്ട്, അടുത്ത് 17 ഉണ്ട്, 19 ഉണ്ട്, 23 ഉണ്ട്. ഇത്രയാണ് അഭാജ്യ സംഖ്യകൾ വരുന്നത്. എത്ര എണ്ണം ഇവിടെ നോക്കി നോക്ക്. 3, 6, 9 എണ്ണം ഇല്ലേ, 9 എണ്ണം ഉണ്ട്. 9 എണ്ണം ഉണ്ട് കേട്ടല്ലോ. 1 തൊട്ട് 30 വരെ ആണെങ്കിൽ എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം ഉണ്ട് കേട്ടല്ലോ. 1 തൊട്ട് 30 വരെ 10 അഭാജ്യ സംഖ്യകൾ പഠിച്ചോണേ. അതുപോലെ 1 തൊട്ട് 100 വരെ, അത് 100-ന് താഴെയായിട്ട് എത്ര? 25 അഭാജ്യ സംഖ്യ ഉണ്ട് കേട്ടോ. 100-ന് താഴെയായിട്ട് 25 അഭാജ്യ സംഖ്യ ഉണ്ട്, പഠിച്ചു വെച്ചോണം കേട്ടല്ലോ. 100-ന് താഴെ 25 അഭാജ്യ സംഖ്യ ഉണ്ട് കേട്ടല്ലോ. ഓക്കെ, അതുപോലെ 50-ന് താഴെയാണെങ്കിലോ, 50-ന് താഴെയാണെങ്കിൽ 15 അഭാജ്യ സംഖ്യ ഉണ്ട് കേട്ടോ, പഠിച്ചോണേ. 50-ന് താഴെയാണെങ്കിൽ 15 അഭാജ്യ സംഖ്യ ഉണ്ട്. ഓക്കെ, 100-ന് താഴെയാണെങ്കിൽ 25, 50-ന് താഴെയാണെങ്കിൽ 15 കേട്ടല്ലോ, ഓർമ്മിച്ചോണം. 30-ന് താഴെയാണെങ്കിൽ എത്ര? 10 കേട്ടോ. 30-ന് താഴെയാണെങ്കിൽ 10. അപ്പൊ 25-ന് താഴെ ചോദിച്ചുള്ളൂ 9 എണ്ണം ഉണ്ട് കേട്ടല്ലോ, പഠിച്ചു വെച്ചോണേ. അടുത്ത് റൂട്ട് 0.0049 ആണ്. ഇതേ ഒരു ചോദ്യം ഈ ഇടയ്ക്ക് നമുക്ക് പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടല്ലോ. അപ്പൊ റൂട്ട് 0.0049. അപ്പോ ദശാംശ സംഖ്യകളുടെ വർഗ്ഗമൂലം കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, സാധാരണ എന്ത് ചെയ്യുക, റൂട്ട് കണ്ടുപിടിക്കുക. ഇവിടെ ഇപ്പോൾ 49 ആണല്ലോ. 49 അല്ലേ, ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. 7-ന്റെ സ്ക്വയർ ആണ് 49 ആണല്ലോ. ഓക്കെ, ഇനി ഇവിടെ പോയിന്റ് ചെയ്യേണ്ട എത്ര സ്ഥാനം ഉണ്ടാവും? പോയിന്റ് ചെയ്യേണ്ട മൊത്തം എത്ര സ്ഥാനമുണ്ട്? 4 സ്ഥാനമുണ്ട് ഇല്ലേ, 4 സ്ഥാനമുണ്ട്. അപ്പോൾ വർഗ്ഗമൂലം എടുക്കുമ്പോൾ, റൂട്ട് എടുക്കുമ്പോൾ അതിന്റെ പകുതി സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുക.
ഇവിടെ 4 സ്ഥാനമുള്ളതുകൊണ്ട് അതിന് പകുതി എന്ന് പറയുമ്പോൾ എത്ര 2 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുത്താൽ ഓക്കെ. അപ്പൊ 2 സ്ഥാനം എന്ന് പറയുമ്പോൾ ഇവിടെ 7 ഒരു സ്ഥാനമായി നല്ലോ. മറ്റൊരു എന്ത് ചെയ്യും 0 കൊടുത്തിട്ട് പോയിന്റ് കൊടുക്കുക. 0.07 കിട്ടും. ഓക്കെ ആണോ? സി ആണ് ഓപ്ഷൻ. കിട്ടുമല്ലോ. അപ്പോൾ ദശാംശങ്ങളുടെ റൂട്ട് കാണാനായിട്ട് എന്ത് ചെയ്യുക? സാധാരണ റൂട്ട് കണ്ടുപിടിച്ചിട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യുക അവനെ ഘടകക്രിയ ചെയ്യുക പറഞ്ഞല്ലോ. ഘടകക്രിയ ചെയ്ത് എടുക്കുക കേട്ടല്ലോ. ഓക്കെ അങ്ങനെ ചെയ്തിട്ട് എന്ത് ചെയ്യുക? പോയിന്റ് ചെയ്യേണ്ട എത്ര സ്ഥാനം ഉണ്ടോ അതിന്റെ പകുതി സ്ഥാനം വരെ പോയിന്റ് കൊടുക്കുക. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, സെക്കൻഡില് 12.5 മീറ്റർ വേഗതയിൽ ഓടുന്ന 150 മീറ്റർ നീളമുള്ള ഒരു ട്രെയിന് വേണ്ടി 350 മീറ്റർ നീളമുള്ള ഒരു പാലം മറികടക്കാൻ എത്ര സമയം എടുക്കുന്നതാണ്? അപ്പോ അവിടെ വേഗത ഉണ്ട് എത്ര? 12.5 മീറ്റർ ആണല്ലോ. ഓടുന്ന ദൂരം എന്ന് പറയുമ്പോൾ അവിടെ ട്രെയിനിന്റെ നീളം 150 ആണ് ആണല്ലോ. ട്രെയിനിന്റെ നീളം 150 ആണ്. 350 മീറ്റർ നീളമുള്ള ഒരു പാലം മറികടക്കാൻ എത്ര സമയം എടുക്കുന്നതാണ്? PSC സ്ഥിരം മുമ്പ് ചോദിച്ചു കാണുന്ന ഒരു ചോദ്യമാണ് അല്ലേ? നമ്മൾ ട്രെയിനുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോ നമുക്കറിയാം എന്താ 150 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 350 മീറ്റർ നീളമുള്ള ഒരു പാലം മറികടക്കാൻ എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യും? നമ്മളവിടെ ഒരു പാലം മറികടന്നു എന്ന് പറയുമ്പോൾ അവിടെ ട്രെയിനിന്റെ മുൻഭാഗം മാത്രം പോയാൽ പോലെ എന്ത് ചെയ്യണം? ട്രെയിനിന്റെ പുറകുവശം എന്ത് ചെയ്യണം? ആ പാലം മറികടന്ന് പോകണം ആണല്ലോ. അപ്പൊ ആകെ സഞ്ചരിക്കേണ്ട ദൂരം എന്ന് പറയുന്നത് ആ പാലത്തിന്റെ നീളം പ്ലസ് എന്തായിരിക്കും? ആ തീവണ്ടിയുടെ നീളമായിരിക്കും. പറയാൻ വേണ്ടിയോ? അത് ഒരു പാലത്തിലേക്ക് ട്രെയിൻ നമ്മൾ കടന്നു വന്നു വിചാരിക്കുക. ഓക്കെ മുൻഭാഗം കടന്നു, അടുത്തെന്ത് ചെയ്യും? ആ പാലം അവസാനിക്കാറുമ്പോൾ അവിടെ എന്ത് ചെയ്യണം? മുൻഭാഗം കടന്നുപോയി പിന്നെ എന്ത് ചെയ്യണം? ആ ട്രെയിനിന്റെ ഏറ്റവും പുറകുവശം ഉണ്ടല്ലോ, പുറകുഭാഗം ഉണ്ടല്ലോ, അതുവരെ ഫുള്ള് കടന്നു പോയാലേ എന്ത് പറയാൻ പറ്റത്തുള്ളൂ? നമുക്ക് ആ തീവണ്ടി പാലം മറികടന്ന് പോയി എന്ന് പറയാൻ പറ്റത്തുള്ളൂ ആണല്ലോ. അപ്പൊ നമുക്ക് ടോട്ടല് ആ പാലത്തിന്റെ നീളം പ്ലസ് ട്രെയിനിന്റെ ഫുൾ നീളവും കൂടെ വന്നാലേ എന്ത് ചെയ്യുള്ളൂ? ആ പാലം മറികടന്ന് പോകത്തുള്ളൂ. ഓക്കെ അത് ഒന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുക കേട്ടല്ലോ. ഓക്കെ അപ്പോ ആകെ ദൂരം കാണുമ്പോൾ എന്ത് ചെയ്യുക? ട്രെയിനിന്റെ നീളം പ്ലസ് പാലത്തിന്റെ നീളം എടുക്കുക പറഞ്ഞല്ലോ. ഇവിടെ ഇപ്പോ ട്രെയിനിന്റെ നീളം 150 മറ്റേ 350 അല്ലേ? ടോട്ടൽ എടുക്കുമ്പോൾ എത്ര ഇട്ടാ? 350 150 500 എന്ന് കിട്ടും. ഓക്കെ അപ്പൊ ആകെ ദൂരം എന്ന് പറയുമ്പോൾ 500 മീറ്റർ ആണ്. ഇനി സെക്കൻഡിൽ 12 മീറ്റർ അല്ലേ വേഗത? 12.5 മീറ്റർ ആണല്ലോ വേഗതയാണ് അല്ലോ. 12.5 ഞാൻ ഇപ്പൊ 12.5 ആയിട്ട് എടുക്കുകയാണ് കേട്ടല്ലോ. സമയം കാണാനായിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ദൂരം ബൈ വേഗത. ദൂരം ബൈ വേഗതയാണ് എന്ത്? സമയം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ 500/12.5 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? കൂടാ ആൻസർ കിട്ടും. ഓക്കെ ഓർമ്മിക്കല്ലോ. ഓക്കെ അപ്പൊ 500/12.5 ചെയ്യാം. ഇവിടെ പോയിന്റ് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യാം? ഒരു 10 കൊണ്ട് മേലിൽ എന്താ എന്ത് ചെയ്യാം? ഇൻറ്റു ചെയ്യാം. 10 കൊണ്ട് മേലിൽ എന്താ എന്ത് ചെയ്യാം? ഇൻറ്റു ചെയ്യുമ്പോൾ 500 5000/125 എന്ന് വരും. ബാക്കി വെട്ടി ചെയ്യാം. ഓക്കെ വെട്ടി ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? ഒരു 5 വെച്ച് വെട്ടാം. 5 വെച്ച് വെട്ടുമ്പോൾ 125 25 പ്രാവശ്യം 5000 5 ഒരു പ്രാവശ്യം അല്ലേ? 1000 പ്രാവശ്യം വരും. ഓക്കെ ബാക്കി 1000 25 വീണ്ടും വെട്ടുക. 25 5 പ്രാവശ്യം 1000 10 5 2 200 പ്രാവശ്യം. അത് വീണ്ടും 5 ഒരു പ്രാവശ്യം 200 40 പ്രാവശ്യം കിട്ടും. ഓക്കെ അത് വായിച്ചു നോക്കുക, വെട്ടി ചെയ്യാം. ഓക്കെ എത്ര 40 സെക്കൻഡ് അല്ലേ? അപ്പം 40 സെക്കൻഡ് ആയിരിക്കും ആൻസർ. അപ്പോ ദൂരം കാണുമ്പോൾ ആകെ ദൂരം കണ്ടുപിടിക്കുക പറഞ്ഞല്ലോ. ട്രെയിനിന്റെയും പാലത്തിന്റെയും ആകെ നീളം എടുത്തിട്ട് എന്ത് ചെയ്യുക? അവിടെ വേഗത കൊണ്ട് ഭാഗിക്കുക. അപ്പൊ സമയം കിട്ടും. ബാക്കി വെട്ടിച്ചേണ്ട കാര്യമേ ഉള്ളൂ. ഇനി അടുത്ത ചോദ്യം എന്താ? മകളുടെ വയസ്സിന്റെ 3 മടങ്ങാണ് അമ്മയുടെ വയസ്സ് ആണല്ലോ. ഓക്കെ മകളുടെ വയസ്സ് അതിന്റെ 3 മടങ്ങാണ് ആരുടേത്? അമ്മയുടെതുണ്ട്. ഓക്കെ അമ്മയുടെ വയസ്സ് 51 ആണെങ്കിൽ അമ്മയുടെ വയസ്സ് 51 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മകളുടെ വയസ്സ് എത്ര എന്നാണ് ചോദിക്കുന്നത് തിരിച്ച്. അപ്പോ മകളുടെ വയസ്സിന്റെ 3 മടങ്ങല്ലേ അമ്മയുടേത് ആണല്ലോ. അങ്ങനെ തിരിച്ച് നമുക്ക് എന്ത് പറയണം? അതായത് മകളുടെ വയസ്സ് എത്രയാണോ വരുന്നത് അതിനെ 3 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? അമ്മയുടെ കിട്ടും. ഓക്കെ മകളുടെ വയസ്സ് എത്രയാണോ അതിനെ 3 കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ എന്ത് കിട്ടും? അമ്മയുടെ കിട്ടും ആണല്ലോ. അപ്പൊ നേരെ തിരിച്ചാലോചിക്കാം. അമ്മയുടെ വയസ്സ് അറിയാമെങ്കിൽ മകളുടെ കാണാൻ വേണ്ടി എന്ത് ചെയ്യാം? ഇവിടെ 3 കൊണ്ട് എന്ത് ചെയ്യാം? നമ്മളോടാ 3 കൊണ്ട് ഗുണിക്കുന്നു ആണല്ലോ. തിരിച്ചു എന്ത് ചെയ്യാം? 3 കൊണ്ട് അവിടെ ഭാഗിക്കുക പറഞ്ഞല്ലോ. അമ്മയുടെ വയസ്സിന് 3 കൊണ്ട് ഭാഗിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? മകളുടെ കിട്ടും. ഓക്കെ അപ്പൊ മകളുടെ വയസ്സിന് 3 മടങ്ങാണ് അമ്മയുടെ ആണല്ലോ. അപ്പൊ തിരിച്ച് എന്ത് ചെയ്യാം? 3 കൊണ്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? മകളുടെയും കിട്ടും. അപ്പൊ 51 എന്ത് ചെയ്യാം? 3 കൊണ്ട് ഭാഗിക്കുക കേട്ടല്ലോ. 51 3 കൊണ്ട് ഭാഗിക്കുമ്പോൾ എത്ര ഇട്ടൂടാ? 17 എന്ന് കിട്ടും. 51 3 കൊണ്ട് ഭാഗിക്കുക. ഓക്കെ ആണല്ലോ. അടുത്ത് എത്ര 8 ചേർന്നാലാണ് 1/2 ആകുന്നത്?
എത്ര 8 ചേർന്നാലാണ് 1/2 ഉണ്ടാകുന്നതാണ്. ഓക്കെ, ഒന്നിൽ എന്ത് ചെയ്യാം, എഴുതി കൂട്ടാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, വായിച്ചു നോക്കുക. ഓക്കെ, ഇപ്പൊ വായിച്ചു നോക്കുകയാണെങ്കിൽ ഇപ്പൊ 1/2 ബൈ 1/8 ആണല്ലോ. ഓക്കെ, വായിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യടാ, രണ്ടാമത്തെ സംഖ്യ എന്ത് ചെയ്യും നമ്മളിടാ, തിരിച്ചിരുന്നല്ലോ, അത് അതിന്റെ വിൽക്രമം കൊണ്ട് എന്ത് ചെയ്യും, ഗുണിക്കും ആണല്ലോ. അപ്പൊ 1/8 തിരിച്ചു ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, 8/1 എന്ന് വരും. വെട്ടിച്ച് 8ഉം 2ഉം വെട്ടി 4 പ്രാവശ്യം. അപ്പൊ 4 എന്ന് കിട്ടും. അല്ലെങ്കിൽ എന്ത് ചെയ്യാ, 8 എന്ത് ചെയ്യാ, എഴുതി നോക്കുക പറഞ്ഞിട്ടല്ലോ. ഒരു പ്രാവശ്യം ആകുമ്പോ എന്താ വെറും 1/8 ആവുള്ളൂ അല്ലോ. 2 പ്രാവശ്യം ആകുമ്പോഴോ ഛേദം ഒരേപോലെ ആയതുകൊണ്ട് 8 അതുപോലെ എഴുതുക ആണല്ലോ. അപ്പൊ 2/8 എന്ന് കിട്ടും. 2/8 ആണല്ലോ 2 പ്രാവശ്യം. 3 പ്രാവശ്യം ആണെങ്കിലോ 3/8 ആയിരിക്കും കിട്ടുന്നത്. 4 പ്രാവശ്യം 4/8 എന്ന് കിട്ടും. അതിനെ ചെറുതാക്കിയാൽ എന്ത് വരും, 1/2 വരും. എങ്ങനെയാണോ ചെയ്യാം കേട്ടല്ലോ. അടുത്ത്, രണ്ട് സംഖ്യകളുടെ ലസാഗുവും ഉസാഖയും യഥാക്രമം 144, 24 എന്നിവയാണ്. സംഖ്യകളിൽ ഒരെണ്ണം 72 ആയാൽ രണ്ടാമത്തെ സംഖ്യ എന്നാണ്. ഈ ഇടയ്ക്കും ചോദിച്ച ചോദ്യമാണ്. അവിടെ LCM ഉണ്ട്, ഉസാഖ ഉണ്ടല്ലോ. നമുക്കറിയില്ല LCM ഇൻറ്റു HCF, ലസാഗു ഇൻറ്റു ഉസാഖ എന്ന് പറയുന്നത് എന്താണ്, രണ്ട് സംഖ്യകളുടെ ഗുണനഫലമാണ് കേട്ടല്ലോ. അപ്പൊ രണ്ട് സംഖ്യകളുടെ ലസാഗു ഉണ്ട്, ഉസാഖ ഉണ്ടെങ്കിൽ അത് അവയുടെ ഗുണനഫലം ഏന് തുല്യമായിരിക്കും, ആ സംഖ്യകളുടെ ഗുണനഫലത്തിന് തുല്യമായിരിക്കും. ആണ് A ഇൻറ്റു B ഈക്വൽ ടു ലസാഗു ഇൻറ്റു ഉസാഖ എന്ന് പറയുന്നത്. ലസാഗു ഇൻറ്റു ഉസാഖ. ഇവിടെ LCM ഇപ്പൊ 144ഉം 24ഉം ആണല്ലോ, ഈക്വൽ ടു അതിന് സംഖ്യയിൽ ഒരെണ്ണം ഇപ്പൊ എത്ര 72 കൊടുത്ത്, മറ്റത് അറിയത്തില്ല, B എഴുതി ആണല്ലോ. ഇനി എന്താ, ഈ ഇവിടെ 72 ഇൻറ്റു അല്ലേ, B ഇൻറ്റു എത്ര 72 ആണല്ലോ. ആ 72 എന്ത് ചെയ്യാം, നേരെ ഇപ്പുറത്ത് കൊണ്ടുവരിക. അപ്പൊ എന്താ അവിടെ B എന്ന് പറയുമ്പോൾ 144 ഇൻറ്റു 24/72. വായിക്കുമ്പോ 144 പാതിയല്ലേ, അല്ല അല്ലെങ്കിൽ 72 ഇരട്ടിയാണ് 144. 2 പ്രാവശ്യം പോയി കേട്ടോ, 48 എന്ന് കിട്ടും. ഓക്കെ, 48 സംഖ്യ. ഇക്വേഷൻ പഠിച്ചു പോകണം, സ്ഥിരം ചോദിച്ചു വരുന്നതാണ്, പഠിച്ചു വെച്ച് ചെയ്യുക കേട്ടല്ലോ. അടുത്ത് 38, 45, 207, 389 ഈ ഒറ്റയാണ് കണ്ടെത്താനാണ്. ഇവിടെ അവർ ഉദ്ദേശിക്കുന്നത് അഫാജ് സംഖ്യയാണ് കേട്ടല്ലോ, അഫാജ് സംഖ്യയാണ്. അപ്പൊ ഇവിടെ 38 ഇരട്ട സംഖ്യയാണല്ലോ, അപ്പൊ അത് അഫാജ് സംഖ്യയല്ല. 45 ഒറ്റ സംഖ്യയാണ്, പക്ഷേ 45 എന്ന് പറയുമ്പോൾ 5 കൊണ്ട് ഹരിക്കാം, 3 കൊണ്ട് ഹരിക്കാം, ഇല്ലേ, 5 കൊണ്ട് ഹരിക്കാം, 3 കൊണ്ട് ഹരിക്കാം, അപ്പം അതും വരത്തില്ല. 207 അക്കങ്ങളുടെ നോക്കിയേ, ഇവിടെ 2, 7 അല്ലേ, കൂട്ടുമ്പോൾ 9 കിട്ടും ആണല്ലോ. 9 എന്ത് ചെയ്യും, 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നല്ലോ, അപ്പൊ ഇതും അഫാജ് സംഖ്യയല്ല. എന്നാൽ 389 389 എന്ത് ചെയ്യല്ല, നമുക്ക് ഒരു സംഖ്യ കൊണ്ട് ഹരിക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പൊ അതായിരിക്കും എന്ത് ആൻസർ, അഫാജ് സംഖ്യ നോക്കണ്ട, അഫാജ് സംഖ്യ കേട്ടല്ലോ. ഇനി അത് ചോദ്യം, 6 മാങ്ങയുടെ വാങ്ങിയ വില 5 മാങ്ങയുടെ വിറ്റ് വിലയ്ക്ക് തുല്യമാണെങ്കിൽ ലാഭം എത്ര എന്നാണ്. 6 മാങ്ങയുടെ വാങ്ങിയ വില 5 മാങ്ങയുടെ വിറ്റ് വിലയ്ക്ക് തുല്യമാണെങ്കിൽ ലാഭം എത്ര എന്നാണ്. സാധാരണ ചോദിക്കുന്നത് ലാഭം എത്ര ശതമാനം എന്നായിരിക്കും ചോദിക്കുന്നത് കേട്ടല്ലോ. ലാഭം എത്ര ശതമാനം എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ജസ്റ്റ് ലാഭം കാണാൻ വേണ്ടി ഇവിടെ ജസ്റ്റ് അതിന്റെ വ്യത്യാസം എടുത്താൽ മതി കേട്ടല്ലോ. അപ്പൊ 6 മാങ്ങയുടെ വാങ്ങിയ വിലക്ക് ഇത് 5 എണ്ണം വിറ്റല്ലോ, അപ്പൊ ഒരെണ്ണത്തിന്റെ വാങ്ങിയ വിലയായിരിക്കും ഇവിടെ ലാഭം എന്ന് പറയുന്നത്. ലോജിക്ക് വെച്ച് ചിന്തിക്കുക. 6 മാങ്ങയുടെ വാങ്ങിയ വില എത്ര, 5 മാങ്ങയുടെ വിറ്റ വിലയ്ക്ക് തുല്യമാണല്ലോ. ഓക്കെ, അപ്പോ ഒരെണ്ണത്തിന്റെ വാങ്ങിയ വില അവിടെ എന്ത് കിട്ടി, ലാഭമായിട്ട് കിട്ടും കേട്ടോ. 6 മാങ്ങയുടെ വാങ്ങിയ വില 5 എണ്ണത്തിന് വിറ്റ വിലയ്ക്ക് തുല്യമാണല്ലോ. ഓക്കെ, അപ്പോ ഒരെണ്ണം വാങ്ങിയ ഒരെണ്ണത്തിന്റെ വാങ്ങിയ വില ഇവിടെ ലാഭം കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ 1 ആയിരിക്കും ഇവിടെ എന്ത് ആൻസർ ആയിട്ട് വരുന്നത്. നമ്മൾ സാധാരണ ചോദിക്കുന്നത് ലാഭ ശതമാനം കാണാൻ വേണ്ടിയാണ്. അപ്പൊ എന്ത് ചെയ്യും, നമ്മളിവിടെ ലാഭ ശതമാനം ചോദിക്കുകയാണെങ്കിൽ, ഒന്ന് പറയുമ്പോൾ ലാഭ ശതമാനം ചോദിക്കുകയാണെങ്കിൽ അവിടെ വ്യത്യാസം ബൈ വിറ്റ സാധനങ്ങളുടെ എണ്ണം, 5 അല്ലേ വിറ്റത്, വിറ്റ സാധനങ്ങളുടെ എണ്ണം ഇൻറ്റു എത്ര 100 കൊടുക്കുക. വ്യത്യാസം ബൈ വിറ്റ സാധനങ്ങളുടെ എണ്ണം ഇൻറ്റു എത്ര 100. ബാക്കി 5 100 വെട്ടി 20 പ്രാവശ്യം 20% എന്ന് കിട്ടും കേട്ടല്ലോ. അപ്പൊ ലാഭം ചോദിച്ചു കഴിഞ്ഞാൽ 20%. ഓക്കെ, ഓർമ്മിച്ചോണം. ഇവിടെ ലാഭം എത്രയെന്ന് ചോദിച്ചോളൂ. അപ്പൊ ഒരെണ്ണത്തിന്റെ വിലയായിരിക്കും എന്തോടാ ലാഭമായിട്ട് കിട്ടുന്നത്. ഓക്കെ, അങ്ങനെ ആലോചിച്ചായി കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം, 5 സംഖ്യകളുടെ ശരാശരി 41 ആണ്. 35 എന്ന പുതിയ സംഖ്യയോട് 6ാമതായി ചേർന്നാൽ പുതിയ ശരാശരി എത്ര. 41.35 അല്ല കേട്ടല്ലോ, 5 സംഖ്യകളുടെ ശരാശരി 41.
ആണല്ലോ. അങ്ങനെ 35 ഒരു പുതിയ സംഖ്യയുടെ ആറാമത് വന്നാൽ പുതിയ ശരാശരി എത്ര എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാ, 5 സംഖ്യ നമുക്ക് രണ്ട് രീതി ചെയ്യാം. അപ്പൊ 5 സംഖ്യയുടെ ശരാശരി 41 അപ്പോ 5 സംഖ്യയുടെ ആകെ കണ്ടുപിടിക്കുക. ആകെ കാണാനായിട്ട് ഇപ്പൊ എന്ത് ചെയ്യാം, ആകെ എന്ന് പറയുമ്പോ അവിടെ എന്ത് ചെയ്യാം, ഇപ്പം ശരാശരി ഇൻറ്റു എണ്ണമാണ് ആണല്ലോ. ശരാശരി ഇൻറ്റു എണ്ണമാണ്. ഓക്കെ, ആകെ എന്ന് പറയുമ്പോൾ ശരാശരി ഇൻറ്റു എണ്ണമാണ്. അപ്പൊ ഇവിടെ ശരാശരി എത്ര, 41 അപ്പൊ 41 ഇൻറ്റു എത്ര എണ്ണം 5 ചെയ്യുമ്പോൾ കിട്ടും, ആകെ കിട്ടും. ഓക്കെ, 41 ഇൻറ്റു 5 എത്ര, 205. 205 എന്ന് വരും. 205 എന്ന് കിട്ടും. ഓക്കെ, 205. അപ്പൊ ഇനി എന്ത് ചെയ്യാം, 35 പുതിയ സംഖ്യ വന്നല്ലോ. അപ്പൊ 35 കൂടി 35 കൂടി എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്രയാടാ, 240 ആവും. ഓക്കെ ആണോ? ഇനി ഇപ്പൊ നിലവിൽ എത്ര സംഖ്യയായി, 6 സംഖ്യ ആയല്ലോ. അപ്പൊ എന്ത് ചെയ്യാ, ശരാശരി കാണാനായിട്ട് എന്ത് ചെയ്യാ, ആകെ തുക ബൈ എണ്ണം. ആകെ തുക ബൈ എണ്ണം. ഇപ്പൊ ടോട്ടൽ 240 ആണല്ലോ. അപ്പൊ എണ്ണം എന്ന് പറയുമ്പോൾ 6 ഭാഗിക്കുക എത്ര കിട്ടും, 40 എന്ന് കിട്ടും. ക്ലിയർ ആണ്? ഇതുപോലെ അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം, 41 എന്ത്, 5 സംഖ്യയുടെ ശരാശരി എന്ന് പറയുന്നത് ആണല്ലോ. അത് വെച്ച് എന്ത് ചെയ്യാം, ആകെ കണ്ടുപിടിക്കുക. ഓക്കെ, ആകെ കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടെ പുതുതായിട്ട് ആറാമതായിട്ട് എന്താ ഒരു പുതിയ സംഖ്യ 35 വന്നു ആണല്ലോ. അപ്പൊ ടോട്ടൽ എത്രയാണെന്ന് കണ്ടുപിടിക്കുക, 240 ആണല്ലോ. അപ്പോ പുതിയ എണ്ണം എന്ന് പറയുമ്പോൾ 6 5 കിട്ടുമല്ലോ, 40 എന്ന് കിട്ടും. അടുത്ത ചോദ്യം, 485.012 ഇൻറ്റു 100 ആണ് ചോദിച്ചുള്ളത്. അപ്പൊ എന്താ, നമുക്ക് 10, 100, 1000 കൊണ്ട് ഗുണിക്കുമ്പോൾ അവിടെ എത്ര പൂജ്യം ഉണ്ടോ അത്രയും സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കാം, നമുക്ക് വലത്തോട്ട് മാറ്റി. ഓക്കെ, എന്താ 10, 100, 1000 അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് എത്ര പൂജ്യം ഉണ്ടോ അത്രയും സ്ഥാനം എന്ത് ചെയ്യാം, ആ പൂജ്യത്തിന്റെ എണ്ണം അനുസരിച്ച് എന്ത് ചെയ്യാം, നമുക്ക് പോയിന്റിന്റെ സ്ഥാനം വലത്തോട്ട് നീക്കി കൊടുക്കാം. ഇവിടെ 100 എന്ന് പറയുമ്പോൾ 2 പൂജ്യം ഉണ്ട് അല്ലേ, 2 പൂജ്യം ഉണ്ടല്ലോ. അപ്പൊ 2 സ്ഥാനം മാറ്റി നമുക്ക് പോയിന്റ് കൊടുക്കാം. അപ്പൊ 2 സ്ഥാനം മാറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ 0 ഉണ്ട് 1 ഉണ്ട് ആണല്ലോ. അപ്പൊ ഈ 2 സ്ഥാനം മാറ്റിയിട്ട് ഇവിടെ 485, 2 സ്ഥാനം 0 1 കൂടെ മാറ്റിയിട്ട് പോയിന്റ് കൊടുത്തു ഉണ്ടല്ലോ. 485 0 1 0.2 സി ആയിരിക്കും ആൻസർ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി 94ാമത്തെ ക്വസ്റ്റ്യൻ. ഈ ഇവിടെ കുറെ ചതുരങ്ങൾ ചേർന്ന ഫിഗർ ആണ്. ഈ ക്രമത്തിൽ തുടർന്നാൽ 5ാമത്തെ ചിത്രത്തിൽ എത്ര വരകൾ കാണുന്നതാണ്. ഓക്കെ, നമ്മൾ നോക്കാം. ആദ്യത്തെ ചിത്രത്തിൽ എത്ര വരയുണ്ട്, 1, 2, 3, 4 വരെ ഉണ്ട് അല്ലോ, 4 ഉണ്ട്. അടുത്തതിലോ 1, 2, 3, 4, 5, 6, 7 ഉണ്ട് അല്ലേ, 7 ഉണ്ട്. അടുത്തതില് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഉണ്ട് ആണല്ലോ. 4, 7, 10 ഇങ്ങനെയാണ് പോകുന്നതല്ലോ. തൊട്ടടുത്തല്ലോ അപ്പോ ഇവിടെ നോക്കട്ടെ, 4, 7 ആയപ്പോ അവിടെ അത്ര 3 കൂടി ഇല്ലേ, 3 കൂടി. അടുത്ത് പിന്നെയും 3 കൂടിയല്ലോ ആണല്ലോ. അപ്പൊ 3 വെച്ച് കൂടിയാണ് പോകുന്നത്. ഇങ്ങനെ തുറന്നാൽ 5ാമത്തെ ചിത്രത്തിൽ എത്ര വരകൾ കാണുമെന്നാണ് ആണല്ലോ. അപ്പൊ 3 വെച്ച് കൂടുമ്പോ അടുത്ത 4ാമത്തെ എത്ര എണ്ണം കാണും, 13 എണ്ണം കാണും. 5ാമത്തേലോ 16 എണ്ണം കാണും. 3 വെച്ച് കൂട്ടി എഴുതുക. ഓക്കെ, 16 വരകൾ എന്ത് ചെയ്യും, 5ാമത്തെ ഫിഗറിൽ കാണും. ഓക്കെ, എളുപ്പമല്ലേ? ഇനി അടുത്ത ചോദ്യം, ABCDE എന്നിങ്ങനെ 5 കുട്ടികൾ ഒരു വരിയിൽ നിൽക്കുന്നു. അല്ലെ, ബിയുടെയും ഡിയുടെയും ഇടയിലാണ് എ ഉള്ളത് എന്നല്ലോ. അപ്പൊ ഒന്ന് വരച്ചു നോക്കുക കേട്ടോ, വരച്ചു നോക്കുക. അപ്പൊ ബിയുടെയും ഡിയുടെയും ഇടയിലാണ് എ എന്നല്ലേ. അപ്പൊ ബി, ഇവിടെ ഡി. ഓക്കെ, അതിന്റെ ഇടയിലാണ് എ ആണല്ലോ. എപ്പോഴും ഒരു രീതി മാത്രം വരുമ്പോൾ വരച്ചു നോക്കരുത്, തിരിച്ചും വരച്ചു നോക്കുക. അതായത് ഇപ്പം ഡി മേലിലും ബി താഴെയായിട്ടും കൊടുത്തു കേട്ടോ. ഇങ്ങനെ വരാമല്ലോടാ. ഇങ്ങനെ വന്നാലും ബിയുടെയും ഡിയുടെയും ഇടയിലാണ് എന്ത്, എ ഉള്ളത് അല്ലേ. അപ്പൊ എപ്പോഴും ആലോചിക്കണം, അതെന്ത് ഇതിൽ വരയ്ക്കുമ്പോൾ 2 രീതിയിൽ എന്തെന്ന് വരച്ച് നോക്കുക പറഞ്ഞിട്ടല്ലോ. ചിലപ്പോൾ 2ാമത്തെ രീതിയിലായിരിക്കും ആൻസർ വരുന്നത് പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ തെറ്റിക്കാനായിട്ട് ചോദിക്കാം കേട്ടല്ലോ. അപ്പൊ 2 രീതിയിൽ വരച്ചു നോക്കുക. അപ്പൊ ബിയുടെയും ഡിയുടെയും ഇടയിലാണ് എ ഉള്ളത്. അടുത്ത് ഡിയുടെയും ഇയുടെയും ഇടയിലാണ് സി ഉള്ളത് ആണല്ലോ. ഡിയുടെയും സിയുടെയും ഇടയിലാണ് എന്ത്, ഡിയുടെയും ഇയുടെയും അല്ലേ, ഡിയുടെയും ഇയുടെയും ഇടയിലാണ് സി. അവിടെ കൊടുത്തു. ഓക്കെ, അപ്പൊ ഇവിടെയും എന്ത്, ഡിയുടെയും ഇയുടെയും അല്ലേ, ഇവിടെ ഇ ഇവിടെ സി.
അങ്ങനെയാണെങ്കിൽ ഏറ്റവും അറ്റത്തുള്ള കുട്ടികൾ ആരല്ലെന്നാണ്. ഏറ്റവും അറ്റത്തുള്ളത് ഇവിടെ ബി ഇ ആണല്ലോ, ഇവിടെയും ബിയും ഇയും തന്നെയാണ്. വേറെ പ്രശ്നമില്ല. അപ്പൊ ബിയും ഇയും ആയിരിക്കും എന്ത് ഏറ്റവും അറ്റത്തുള്ളത്. പറഞ്ഞല്ലോ ഇവിടെ ഇപ്പൊ നമുക്ക് ആൻസർ രണ്ടിലും സെയിം ആയിട്ട് തോന്നും, പക്ഷെ ചിലപ്പോൾ എല്ലാത്തിലും എന്തില്ല അങ്ങനെ വരണമെന്നില്ല കേട്ടല്ലോ. അതുകൊണ്ട് എന്ത് രണ്ട് രീതിയിൽ വരച്ച് നോക്കുക കേട്ടല്ലോ. ഓക്കെ, അപ്പൊ കിട്ടുമല്ലോ. അപ്പൊ ബിയുടെയും ഡിയുടെയും ഇടയിലാണ് എ എന്നുള്ളത് എന്ത് ചെയ്യാ കൊടുക്കുക അവിടെ. ഓക്കെ, ബിയും ഡിയും വരച്ച് നടക്കുന്നത് എ, ഞാൻ തിരിച്ചു എഴുതാം, ഓർമ്മിച്ചോണം. അടുത്ത ഡിയുടെയും ഇയുടെയും ഇടയിലാണ് സി ഉള്ളത്, അതും കൊടുക്കുക. എന്നിട്ട് എന്ത് ഏറ്റവും അറ്റത്തുള്ള കുട്ടികൾ ആരെല്ലാമാണ് കിട്ടുമല്ലോടാ. അടുത്ത ചോദ്യം 15/18 ഈക്വൽ ടു ഇവിടെ ക്വസ്റ്റ്യൻ മാർക്കാണ് 30 എന്നാണ് അല്ലോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ മാർക്കിനോട് അവിടെ ഇപ്പൊ എക്സ് എന്ന് വിചാരിച്ചോ. ഇപ്പൊ 15/18 ഈക്വൽ ടു x/30. അപ്പൊ എക്സ് കാണാൻ വേണ്ടി എന്ത് ചെയ്യുക, എക്സിന്റെ കൂടെ ഇവിടെ ഒരു ബൈ 30 ആണുള്ളത് ആണല്ലോ. എക്സിന്റെ കൂടെ ഒരു ബൈ 30 ആണുള്ളത്. ആ ബൈ 30 നേരെ അപ്പുറത്ത് കൊണ്ടുപോകുക, സമനപ്പുറത്ത്. എക്സ് ഈക്വൽ ടു 15/18. ഇവിടെ ബൈ 30 ആണെങ്കിൽ ഇപ്പുറത്ത് വരുമ്പോൾ എന്താ അവിടെ ഇൻറ്റു 30 എന്നാവും കേട്ടോ. എക്സിന്റെ കൂടെയുള്ള ബൈ 30 സമയത്തിന് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും ഇൻറ്റു 30 ആവും. ബാക്കി വെട്ടി ചെയ്യാം. ഇവിടെ 15/18 എത്ര പ്രാവശ്യം 15-ല് 3 5 പ്രാവശ്യം, 18-ല് 6 പ്രാവശ്യം. 6 30 വിട്ടാലോ 30-ൽ 6 5 പ്രാവശ്യം. എത്ര കിട്ടും? 5 × 5 25 എന്ന് കിട്ടും. ക്ലിയർ ആയോ? ഓക്കെ, ആ ബൈ 30 അപ്പുറത്ത് കൊണ്ടിട്ട് ഇൻറ്റു ചെയ്യുക, ബാക്കി ക്യാൻസലേഷൻ ചെയ്യുക, അത്രേ ഉള്ളൂ. അടുത്ത ചോദ്യം 5 കിലോ ഗോതമ്പിന് 91.5 രൂപയാണെങ്കിൽ 183 രൂപയ്ക്ക് എത്ര കിലോ ഗോതമ്പ് കിട്ടുമെന്നാണ് ചോദ്യം. നമുക്കിവിടെ എന്ത് ചെയ്യാം, വേണമെങ്കിൽ 1 കിലോ ഗോതമ്പിന്റെ വില കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാം, അങ്ങനെ ചെയ്ത് പോവാം. ഞാൻ ഇപ്പൊ അങ്ങനെ ചെയ്യുന്നില്ലേ, ഇങ്ങനെ 5 കിലോ ഗോതമ്പിന് 5 കിലോയ്ക്ക് 91.50 ആണല്ലോ. അങ്ങനെ ചോദിച്ചുള്ളത് 183 രൂപയ്ക്ക് ആണല്ലോ. അവിടെ എമൗണ്ട് ഉണ്ട്, 183 രൂപയ്ക്ക് എത്ര കിലോ കിട്ടുമെന്നാണ് ചോദിച്ചുള്ളത്. ഓക്കെ, ഇതാണ് വേണ്ടത്. ഇതിലായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യുക. ഓക്കെ, ക്രോസ് ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങനെ 5 × 183 ബൈ എന്ത് ചെയ്യടാ, ക്വസ്റ്റ്യൻ മാർക്കിന് നേരെ ക്രോസ് ആയിട്ട് വരുന്നത് ഏതാണോ അത് എന്ത് ചെയ്യുക, താഴെ കൊടുക്കുക. 91.50 കിട്ടോ? എന്തോടാ, അതായത് 5 രൂപയ്ക്ക് 91.50 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 183 രൂപയ്ക്ക് എത്ര കിട്ടുമെന്നാണ് ആരെ മാർക്കിട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യുക. ഓക്കെ, അപ്പൊ 5 × 183 അവിടെ 5 × 183 ബൈ 91.50 ആണ് അല്ലോ. ഇനി എന്ത് ചെയ്യാം, താഴത്തെ പോയിന്റ് മാറ്റാനായിട്ട് 91.50 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം, 91.5 തന്നെയാണ് കേട്ടല്ലോ. 0 കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. 91.5 ഇനി എന്ത് ചെയ്യുക, പോയിന്റ് മാറ്റാനായിട്ട് ഒരു 10 കൊണ്ട് ഇൻറ്റു ചെയ്യുക മേലെന്താവേ. 5 0 ചെയ്യുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, 100 കൊണ്ട് എന്ത് ചെയ്യുക, മേലെന്താ ഇൻറ്റു ചെയ്യുക കേട്ടല്ലോ. ഓക്കെ, മേലിപ്പോ എന്താണ് 5 ഇൻറ്റു ചെയ്യുന്നില്ല, 183 ഒരു 0 കൊണ്ട് കൊടുക്കാം ബൈ പോയിന്റ് മാറി 915. ഓക്കെ, 5 കൊണ്ട് എന്ത് ചെയ്യുക, ഭാഗിക്കാം. 5 915 പക്ഷെ വെട്ടി ചെയ്യുക, അല്ലെ ഭാഗിച്ചു നോക്കുക. ഒന്ന് ചെയ്ത് നോക്കുകയാണ്. 915 ബൈ 5 183 കിട്ടെ, 183. ഓക്കെ, ഇനി 183 ഇവിടുത്തെ 183 എന്ത് ചെയ്യാം, വിട്ടാലോ ഒരു പ്രാവശ്യം 0 കൂടെ ആകുമ്പോൾ എന്തായി 10 എന്നായി. 10 എന്ന് കിട്ടും. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ 5 കിലോ ഗോതമ്പിന് 91.50 അടുത്തെന്ത് ചെയ്യുക, അതുകൊണ്ട് 1 കിലോ ഗോതമ്പിനെ തന്നെ കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതുകൊണ്ട് 183 എന്ത് ചെയ്യുക, ഭാഗിക്കുക. ഭാഗിക്കുക. ഓക്കെ, അവിടെ ഭാഗിക്കുമ്പോൾ നമുക്ക് ചിലപ്പോ എത്ര ഒരു 18.3 സംതിങ് കിട്ടുമെന്നാണ് കേട്ടല്ലോ. 18.3 സംതിങ്ങിൽ കിട്ടും. വായിക്കുക, അപ്പൊ എന്ത് കിട്ടും, 10 കിട്ടും. ഓക്കെ, അപ്പൊ ഒരു എളുപ്പത്തിൽ ഒന്നും ചെയ്യുന്നേ ഉള്ളൂ കേട്ടല്ലോ. അത്രയും സ്റ്റെപ്പ് കൊണ്ട. അടുത്ത് ബോട്ട് മാസിന് ബന്ധപ്പെട്ട ചോദ്യമാണ്, സിമ്പിൾ ആണ്. 5 × 21 - 7 പ്ലസ് 7 × 2 ആണല്ലോ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഇപ്പൊ ബോട്ട് മാസ് ആദ്യം ബ്രാക്കറ്റ് എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യാമല്ലോ. അപ്പൊ 5 × 21 - 7 എന്ന് പറയുമ്പോൾ വരും 14 വരും. 14 പ്ലസ് 7 × 2 എത്ര, അതും 14 അല്ലേ, 14. 5 × 14 എത്ര, 70 പ്ലസ് 14 ചെയ്യുമ്പോൾ എത്ര കിട്ടും, 84 എന്ന് കിട്ടും. ഇത് ചെയ്തിട്ടുണ്ടാവണം അല്ലേ, എളുപ്പമല്ലേ ബോട്ട് മാസ് അല്ലേ. ജസ്റ്റ് ബ്രാക്കറ്റിനകത്തുള്ള മൈനസ് ചെയ്യുക, 5 കൊണ്ട് ഇൻറ്റു ചെയ്യുക, പ്ലസ്
7 ടു എത്ര 14 അല്ലേ, പ്ലസ് ചെയ്യുക. പിന്നെ അടുത്ത് 6 ആളുകൾ ഒരു ജോലി 10 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു, എന്നാൽ ഒരാൾ ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നതാണ്. അപ്പൊ 6 പേർക്ക് ഒരു ജോലി ചെയ്യാനായിട്ട് എത്ര ദിവസം വേണോടാ? 10 ദിവസം വേണം ആണല്ലോ. 6 പേർക്ക് ഒരു ജോലി ചെയ്യാനായിട്ട് 10 ദിവസം വേണം ആണല്ലോ. അപ്പോ അങ്ങനെയാണെങ്കിൽ ഒരാൾ ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നതാണ് ചോദിച്ചുള്ളത്. സിമ്പിൾ എന്തായിരിക്കും 6 പേര് ചേർന്നാണ് 10 ദിവസം കൊണ്ട് ഇരിക്കുന്നതാണല്ലോ. അപ്പൊ ഒരാളാണെങ്കിലോ എത്ര ദിവസം ഉണ്ടായിരിക്കും 60 ദിവസം ഉണ്ടായിരിക്കും ഇരിക്കുന്നത് ഇല്ലേ? ഒരാളാണെങ്കിൽ 60 ദിവസം ഉണ്ടായിരിക്കും ജോലി ചെയ്തിരിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ഇപ്പോ 6 പേര് ചേർന്ന് 10 ദിവസം കൊണ്ടല്ലോ ജോലി ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിലേ 6 പേര് ചേർന്നുള്ള ഒരു ദിവസം വർക്ക് എന്തായിരിക്കും? 6 പേര് 10 ദിവസം കൊണ്ടാണ് ഒരു ജോലി ചെയ്യുന്നത് ആണല്ലോ. അപ്പൊ 6 പേര് ചേർന്നിട്ട് ഒരു ദിവസം എത്ര? ഒരു ദിവസം 10ൽ നിന്ന് എന്ത് ചെയ്യും? അത് ആ ജോലിയുടെ 10ൽ നിന്ന് ഭാഗം എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ആകും ഇല്ലേ? ആണല്ലോ. 10 ദിവസം കൊണ്ട് ജോലി തീരുള്ളൂ ആണല്ലോ. അപ്പൊ ഒരു ദിവസം കൊണ്ട് എന്ത് ചെയ്യടാ? 6 പേര് ചേർന്ന് ആ ജോലിയുടെ 10ൽ ഭാഗം എന്ത് ചെയ്യും? കംപ്ലീറ്റ് ചെയ്യും ആണല്ലോ. അങ്ങനെ ഒരാളാണെങ്കിൽ ആ ജോലിയുടെ എന്തായിരിക്കും? ഈ 6 താഴെ കൊണ്ടുവരിക, 6 × 10. അപ്പൊ ഒരാൾ ഒരു ദിവസം എത്ര? 1/60. 60ൽ ഒരു ഭാഗമായിരിക്കും അവിടെ ജോലി ചെയ്യുന്നത് ഒരു ദിവസം ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 60 ദിവസം കൊണ്ടായിരിക്കും ആ ജോലി പൂർത്തിയാവുക. ഒരാൾ ഒരു ദിവസം 60ൽ ഒരു ഭാഗത്തിലേക്ക് ഇരിക്കുന്നത്. അങ്ങനെ എത്ര ദിവസം? 60 ദിവസം വന്നാലേ ആ ജോലി തീരത്തുള്ളൂ കേട്ടല്ലോ. അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ 6 പേര് ചേർന്ന് 10 ദിവസം കൊണ്ട് തീരുന്നു. ഒരാൾക്കാണെങ്കിൽ എത്ര? 60 ദിവസം വേണ്ടി വരും എന്തായാലും. ഓക്കെ, ഓർമ്മിച്ചു വേണേ. ഓക്കെ, ചിലപ്പോ ഇതൊക്കെ അല്പം പ്രയാസം തോന്നിയ ചോദ്യങ്ങളായിരിക്കും ഈ ഉള്ളതിൽ കേട്ടല്ലോ. ഓർമ്മിച്ചോ, 6 ആളുകൾ ചേർന്ന് ഒരു ജോലി 10 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു ആണല്ലോ. അപ്പൊ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുമ്പോൾ 10-1 ആയിരിക്കും ആണല്ലോ. അപ്പൊ 6 പേർക്ക് ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുമ്പോൾ 10-1 ആണ് ആണല്ലോ. അപ്പൊ ഒരാൾക്കാണെങ്കിലോ അത്രയാവും? 60-1 മാറും. 6 നിന്ന് താഴെ കൊണ്ടുവരിക, അത്രേ ഉള്ളൂ കേട്ടല്ലോ. ഇനി ലാസ്റ്റ് ചോദ്യം 3/13/4/26. അവിടെ ചെയ്യുമ്പോൾ അവിടെ ഭാഗിക്കല്ലേ 3/13. അവിടെ ഹരണമായതുകൊണ്ട് എന്ത് ചെയ്യാൻ? വിക്രമം കൊണ്ട് ഗുണിക്കുക. 26/4. പിടിച്ചാൽ 13 26 വെട്ടി 2 പ്രാവശ്യം, 2-ൽ 2 1 പ്രാവശ്യം, 4-ൽ 2 2 പ്രാവശ്യം, 3/2 അത് കിട്ടും. 3/2. ഓക്കെ, അപ്പൊ ഇത്രയാണ് ആ ചോദ്യങ്ങള്. അത്യാവശ്യം എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. 1-2 ചോദ്യങ്ങൾ മാത്രം ആ വർക്ക് ആൻഡ് ടൈമിന്റെ ഒക്കെ ചിലപ്പം ചെറിയ എന്തെങ്കിലും ഡൗട്ട് തോന്നിയിട്ടുണ്ടാവും. ഓക്കെ, ബാക്കിയൊക്കെ അത്യാവശ്യം എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തത്തിലും അത്യാവശ്യം എളുപ്പമായിരുന്നു എന്നാണ് തോന്നുന്നത് കേട്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇട്ടേക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ടെലഗ്രാം ചാനലിൽ ലേൺ ഫോർ പീസ് എന്നാണ് പേര്. ലേൺ ഫോർ പീസ് ടെലഗ്രാം സെർച്ച് ചെയ്താൽ മതി. എന്ത് ചെയ്യുക, ടെലഗ്രാം ചാനലിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്തേക്കുക. ഓക്കെ, ടെലഗ്രാം ഗ്രൂപ്പും ഉണ്ട്, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗട്ടുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, അതിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടല്ലോ. ഓക്കെ, അപ്പോൾ അടുത്ത വേറെ വീഡിയോ ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വീണ്ടും കാണാം. വീഡിയോ എന്ത് ചെയ്യുക, എല്ലാവരും എന്ത് ചെയ്യാവുന്നത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യാവുന്നത് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. ഓക്കെ.